നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലെ ഒരു പുതിയ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേരാണ് എക് ദൗഡ് ऐसे भी, ഇങ്ങനെയും ഒരു ഓട്ടം എന്നാണ് ഇതിൻ്റെ അർത്ഥം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒളിമ്പിക്സ് മത്സരത്തിലെ 100 മീറ്റർ ഓട്ടത്തിലുണ്ടായ ഒരു വിചിത്ര സംഭവത്തിൻ്റെ വർണ്ണനയാണ് ഈ പാഠം. ഇവിടെ ഒരു ചിത്രം കാണാം. ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താ കാണുന്നത്? ആരോഗ്യമുള്ള കുട്ടികളാണ് ഇവിടെ നിൽക്കുന്നത്. അല്ലേ? 100 മീറ്റർ ഓട്ട മത്സരത്തിനായി തയ്യാറായി നിൽക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക വൈകല്യമുള്ളവരാണ്. ഇവരുടെ ഓട്ട മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പിന്നെ പാഠഭാഗം വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞുതരാം. कई साल पहले ओलंपिक खेलों के दौरान एक विशेष दौड़ होने जा रही थी. കുറേ വർഷങ്ങൾക്ക് മുമ്പ്, വർഷം പെഹലെ മുൻപ്, ഒളിമ്പിക് ഖേലോं के दौरान, ഒളിമ്പിക് ഖേൽ കളി, ദൗറാൻ സമയം ടൈം, एक विशेष दौड़ होने जा रही थी, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വിശേഷപ്പെട്ട ഓട്ടമത്സരമാണ് നടക്കാൻ പോകുകയായിരുന്നു. 100 मीटर की इस दौड़ में एक गजब की घटना हुई. 100 മീറ്ററുള്ള ഈ ഓട്ട മത്സരത്തിൽ ഒരു വിചിത്രമായ സംഭവമുണ്ടായി. 100 മീറ്റർ 100 മീറ്റർ ഇസ് ദൗഡ് में, ഈ ഓട്ട മത്സരത്തിൽ എക് ഗസബ് വിചിത്രമായ, ഘടന ഹുയി സംഭവം, ഇൻസിഡൻറ്റ്, ഒരു വിചിത്രമായ സംഭവമുണ്ടായി. 9 प्रतिभागी शुरुआत की रेखा पर तैयार करे थे. 9 प्रतिभागी 9 പാർട്ടിസിപ്പൻ്റ് പങ്കെടുക്കുന്നവർ, शुरुआत की रेखा पर, സ്റ്റാർട്ടിംഗ് ലൈൻ, തയ്യാർ करे थे തയ്യാറായി നിന്നിരുന്നു. ഉൻ സബി കോ कोई न कोई ശാരീരിക വികലാംഗത थी. അവർക്ക് എല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക വൈകല്യമുള്ളവരായിരുന്നു. അപ്പോൾ ഈ പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒളിമ്പിക്സിനോടനുബന്ധിച്ച് പ്രത്യേക തരത്തിലുള്ള ഒരു ഓട്ടം നടക്കാൻ പോകുകയായിരുന്നു. ഈ 100 മീറ്റർ ഓട്ടത്തിൽ വിചിത്രമായ ഒരു സംഭവം ഉണ്ടായി. 9 മത്സരാർത്ഥികൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തയ്യാറായി നിന്നിരുന്നു. അവർക്കെല്ലാവർക്കും ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക വൈകല്യമുള്ളവരായിരുന്നു. ഈ പാരഗ്രാഫിൽ നിന്ന് വരുന്ന വേർഡ് മീനിങ് ശ്രദ്ധിക്കൂ. കൈ വളരെ, മിനി, സാൽ വർഷം, ഇയർ, ശുരുആത്ത് കി രേഖ സ്റ്റാർട്ടിംഗ് ലൈൻ, പഹലെ മുൻപ്, ബിഫോർ, ഖേൽ കളി, പ്ലേ, വിശേഷ് പ്രത്യേകമായ, സ്പെഷ്യൽ, ഗസബ് വിചിത്രം, സ്ട്രേഞ്ച്, ഘടന ഇൻസിഡൻറ്റ് സംഭവം, പ്രതിഭാഗി പങ്കെടുക്കുന്നവൻ, പാർട്ടിസിപ്പൻ്റ്. അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. സീറ്റി ബജി സബി ഡോട്ട് പടെ, വിസിൽ മുഴങ്ങി എല്ലാവരും ഓടി. അപ്പോൾ നമുക്കറിയാം മത്സരത്തിൻ്റെ സമയത്ത് ഒരു വിസിലടിക്കും അല്ലേ? അപ്പോൾ അതേപോലെ വിസിൽ മുഴങ്ങി, സബി ഡോട്ട് പടെ എല്ലാവരും ഓടി. ബഹുത്ത് തേസ് തോ നഹി പർ ഉൻമേ ജീതനെ കി ഹോട്ട് ജറൂർ തേസ് തി, എല്ലാവരും വളരെ വേഗത്തിലല്ലായിരുന്നു, എങ്കിലും അവർക്ക് ജയിക്കണമെന്നുള്ളൊരു ആവേശം അവരിലുണ്ടായിരുന്നു. ബഹുത്ത് തേസ് തോ നഹി എന്ന് പറഞ്ഞാൽ അർത്ഥം വളരെ വേഗത്തിൽ അല്ലായിരുന്നു. പർ ഉൻമേ എന്നാൽ അവരിൽ, ജീതനേക്ക് ഹോട്ട് ജറൂർ തേസ് തി ജയിക്കണമെന്നുള്ളൊരു ആവേശം ശക്തമായിരുന്നു. സബി ജീതനേക്ക് ഉത്സുകത കെ സാത്ത് ആകെ ബഡെ, എല്ലാവരും ജയിക്കാനുള്ള ആഗ്രഹത്തോടെ മുന്നേറി. സബി എല്ലാവരും, ജീതനേക്ക് ഉത്സുകത ജയിക്കാനുള്ള, ഉത്സുകത ആഗ്രഹത്തോടെ, ആകെ ബഡെ മുന്നേറി. തബി ഏക് ഛോട്ട ലഡ്ക ഡോക്കർ ഗാക്കർ ലഡ്കടായ, ഗിര ഓർ രോപ്പട. തബി ഏക് ചോട്ട ലഡ്ക അപ്പോൾ ഒരു ചെറിയ ആൺകുട്ടി, ചോട്ട ലഡ്ക ചെറിയ ആൺകുട്ടി, ടോക്കർ ഗാക്കർ ലഡ്കടായ, ടോക്കർ ഖാന കാൽ തട്ടി വീഴുക, ലഡ്കരാന കാലിടറുക, ഗിര ഓർ രോപ്പട വീഴുക, ഗിർന വീഴുക, ഓർ രോപ്പട കരയാൻ തുടങ്ങി. ആ സമയത്ത് ഒരു ആൺകുട്ടി കാലിടറി വീണ് കരയാൻ തുടങ്ങി. ഉസ്കി ആവാസ് സുൻകർ ബാക്കി പ്രതിഭാഗി ദോട്ന ചോട് ദേഖ്നെ ലഗെ കി ക്യാ ഹുവാ, അവൻ്റെ ശബ്ദം കേട്ടിട്ട്, ആവാസ് ശബ്ദം, സുൻകർ ബാക്കി പ്രതിഭാഗി കേട്ടിട്ട് മറ്റുള്ള മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നവർ, ദോട്ന ചോട് ഓടുന്നത്
നിർത്തിയിട്ട് ദേഖ്നേലേക നോക്കാൻ തുടങ്ങി. ക്യാ ഹോ എന്തു പറ്റിയെന്ന് നോക്കാൻ തുടങ്ങി. ഫിർ ഏക് ഏക് കർക്കെ വേ സബ് ഉസ് ബച്ചേ കി മദദ് കെ ലിയെ ഉസ്കെ പാസ് ആനെ ലഗേ. പിന്നീട് ഏക് ഏക് കർക്കെ ഓരോരുത്തരായിട്ട് വേ സബ് എല്ലാവരും ഉസ് ബച്ചേക്ക് മദദ് കെ ലിയെ ആ കുട്ടിയുടെ മദദ് കെ ലിയെ സഹായത്തിനായിട്ട് ഉസ്കെ പാസ് ആനെ ലഗേ അവൻ്റെ അരികിലേക്ക് വന്നു. സബ്കെ സബ് ലോട്ട് ആയേ എല്ലാവരും തിരികെ വന്നു. അതായത് അവരിലൊരു കുട്ടി കാലിടറി വീണപ്പോൾ ഓടുന്നതിന് പകരം മറ്റുള്ള മത്സരാർത്ഥികൾ ഓടുന്നതിന് പകരം ആ കുട്ടിയെ സഹായിക്കാനായിട്ട് കാലിടറി വീണ കുട്ടിയെ സഹായിക്കാനായിട്ട് ഓടിയിരുന്ന കുട്ടികളെല്ലാവരും തിരിച്ച് ആ കുട്ടിയെ സഹായിക്കാനായിട്ട് തിരികെ വന്നു. ഉസെ ദൊബാര ഖടാക്കിയ അവനെ രണ്ടാമതും നിർത്തി. ദൊബാര രണ്ടാമതും, ഖടാക്കിയ ദൊബാര ഖടാക്കിയ അർത്ഥം രണ്ടാമതും നിർത്തി. ഉസ്കെ ആൻസു പോഞ്ചി അവൻ്റെ കണ്ണുനീര് തുടച്ചു. ആൻസു കണ്ണുനീർ, പോഞ്ചിന തുടയ്ക്കുക. ധൂൽ സാഫ്കി ധൂൽ പൊടി, സാഫ്കി അതൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കി, സാഫ്കി ക്ലീനാക്കി. ലड़के की दशा देख एक बच्ची ने उसे अपने गले से लगा लिया और उसे प्यार से चूम लिया. यह कहते हुए कि अब ठीक हो जाएगा. ലഡ്കേക്ക് ദശ ദേക്ക് ആൺകുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് എക് ബച്ചീനി ഒരു പെൺകുട്ടി ഉസെ അപ്പനെ ഗലേസി ലഗാലിയ അവനെ കെട്ടിപ്പിടിച്ചിട്ട് ഓർ ഉസെ പ്യാർസി ചുംലി അവനെ സ്നേഹത്തോടെ ചുംബിച്ചു. എഹ് കത്തെ ഹൊയ്ക്ക് അബ് ടീക്ക് ഹോ ജായിക ഇത് പറഞ്ഞുകൊണ്ടാണ് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചത്. ഇപ്പോൾ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ആശ്വസിപ്പിച്ചു. ഈ പാരഗ്രാഫിൽ നിന്നും വരുന്ന വേർഡ് മീനിങ് നോക്കുക. തേഴ്സ് വേഗതയുള്ള, ഫാസ്റ്റ്, ഉത്സുകത, അത്യധികമായ ആഗ്രഹം. മദദ് സഹായം, ഹെൽപ്പ്. ആൻസു കണ്ണുനീർ, ടിയേഴ്സ്. ധൂൽ പൊടി, ഡസ്റ്റ്. ദശ അവസ്ഥ, കണ്ടീഷൻ. ഹോർ മത്സരം, കോമ്പറ്റീഷൻ. ദൊബാര രണ്ടാമത്തെ പ്രാവശ്യം. ജീത്തന ജയിക്കുക, ടു വിൻ. ആകെ ബഡ്ന മുന്നേറുക, ടു ഗോ ഹെഡ്. ടോക്കർ ഗാന കാൽ തട്ടി വീഴുക. ചോഡ്ന ഉപേക്ഷിക്കുക, ടു ലീവ്. ലൗട്ട് ആന തിരിച്ചു വരിക, ടു റിട്ടേൺ. പോഞ്ചന തുടയ്ക്കുക, ടു വൈപ്പ്. സാഫ് കർന വൃത്തിയാക്കുക, ടു ക്ലീൻ. ഗലെ ലഗ്ന കെട്ടിപ്പിടിക്കുക. ചൂംന ചുംബിക്കുക, ടു കിസ്. അടുത്ത പാരഗ്രാഫിലേക്ക് പോവാം. फिर तो सारे बच्चों ने एक दूसरे का हाथ पकड़ा और साथ मिलकर दौड़ लगाई. പിന്നീട് ഫിർ തോ സാരെ ബച്ചോനെ പിന്നീട് എല്ലാ കുട്ടികളും, സാരെ ബച്ചോനെ എല്ലാ കുട്ടികളും ഏക് ദൂസരേക്ക ഹാത്ത് പക്കട പരസ്പരം കൈപിടിച്ച്, പരസ്പരം ഏക് ദൂസരെ എന്ന് പറഞ്ഞാൽ പരസ്പരം ഹാത്ത് പക്കട കൈപിടിച്ചുകൊണ്ട് ഔർ സാത്ത് മിൽക്ക് ദൗഡ് ലഗായി കൈപിടിച്ചിട്ട് എങ്ങനെയാണ് ഒരുമിച്ച് ഓടാൻ തുടങ്ങി. സാത്ത് മിൽക്ക് ദൗഡ് ലഗായി ഒരുമിച്ച് ഓടാൻ തുടങ്ങി. സബ്കെ സബ് അന്തിം രേഖ തക് ഏക് സാത്ത് പहुंच गए എല്ലാവരും കൂടി എന്ത് ചെയ്ത് ഒരുമിച്ച് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിച്ചേർന്നു. സബ്കെ സബ് എല്ലാവരും ഒരുമിച്ച് അന്തിമ രേഖ തക്ക് അവസാന രേഖ അവിടെ ഒരു ഫിനിഷ് പോയിന്റ് ഉണ്ടാവുമല്ലോ, ഒരുമിച്ച് ഫിനിഷിംഗ് പോയിന്റിൽ എന്തായത് ഏക് സാത്ത് പहुंच गए ഒരുമിച്ച് എത്തിച്ചേർന്നു. ദർശക് മന്ത്രമുക്ത് ഹോക്കർ ദേഖ്തേ രഹേ കാണികൾ അതായത് കാണാൻ കാഴ്ചക്കാരുണ്ടല്ലോ, അതാണ് ദർശക് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കാണികൾ എന്ത് ചെയ്തു മന്ത്രമുക്ത് ഹോക്കർ സ്തബ്ധരായിട്ട് അതായത് അനക്കമില്ലാതെ ദേഖ്തേ രഹേ നോക്കിക്കൊണ്ടേയിരുന്നു. ഈ സവാൽ കെ സാത്ത് ഈ ഒരു ചോദ്യവുമായിട്ടാണ് അവർ ഇങ്ങനെ സ്തബ്ധരാകാൻ കാരണം എന്താണ്? ഈ സവാൽ കെ സാത്ത് कि सबके सब एक साथ बाजी जीत चुके हैं इनमें से किसी एक को स्वर्ण पदक कैसे दिया जा सकता है. അപ്പോൾ എല്ലാവരും ഒരുമിച്ചാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്കാണല്ലോ നമ്മൾ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത്. പക്ഷേ ഇവരെല്ലാവരും ഒരുമിച്ച് ജയിച്ചത് കൊണ്ട് ഇവരിൽ ഒരാൾക്ക് എങ്ങനെ സ്വർണ്ണ മെഡൽ നൽകാൻ കഴിയും എന്ന ചോദ്യവുമായിട്ടാണ് കാണികൾ അനക്കമില്ലാതെ നോക്കിക്കൊണ്ടിരുന്നു. निर्णायकों ने भी सबको स्वर्ण पदक देकर समस्या का शानदार हल ढूंढ निकाला. ജഡ്ജസ് നിർണായക എന്ന് പറഞ്ഞാൽ ജഡ്ജസ് സബ്കോ എല്ലാവർക്കും സ്വർണ്ണ പതക് ദേക്കർ എല്ലാവർക്കും സ്വർണ്ണ മെഡൽ കൊടുത്തിട്ട് സംസ്യ കാ ഷാൻദാർ ഹൽ ढूंढ निकाला ഈ പ്രശ്നത്തിനുള്ള അഭിമാനകരമായ ഒരു പരിഹാരവും അവർ തന്നെ കണ്ടെത്തി. സംസ്യ പ്രശ്നം, ശാന്താർ അഭിമാനകരമായ, ഹൽ പരിഹാരം, ഡൂണ്ട് നിക്കാല ഡൂണ്ട് എന്ന് വെച്ചാൽ പരിഹാരം അവർ തന്നെ എന്ത് ചെയ്ത് പരിഹരിച്ചു. എല്ലാവർക്കും സ്വർണ്ണ മെഡൽ നൽകിയിട്ട് ഈ പ്രശ്നത്തിന് അഭിമാനകരമായ ഒരു പരിഹാരവും കണ്ടെത്തി.
सबके सब एक साथ विजयी इसलिए हुए कि उस दिन की दोस्ती का अनोखा दृश्य देख दर्शकों की तालियां दमने का नाम नहीं ले रही थी. സുഹൃത്ത് ബന്ധത്തിൻ്റെ അപൂർവമായ ദൃശ്യം കണ്ട കാണികളുടെ കയ്യടി അവിടെ ആകമാനം മുഴങ്ങി. ഇവിടെ എല്ലാ മത്സരാർത്ഥികളുടെയും സഹാനുഭൂതിയോടെയുള്ള മനോഭാവമാണ് പ്രകടമാക്കുന്നത്. വർത്തമാന സമൂഹത്തിൽ ഈ മനോഭാവം വളരെ കുറവാണ്. ഇന്നത്തെ സമൂഹത്തിൽ ഈ മനോഭാവം വളരെ ആവശ്യമാണ്. എന്തെന്നാൽ ഇന്ന് മനുഷ്യർ വളരെ സ്വാർത്ഥനാണ്. അവനവൻ്റെ കാര്യങ്ങളുമായി അവർ ജീവിക്കുന്നു. ഈ പാരഗ്രാഫിൽ വരുന്ന വേർഡ് മീനിങ്: ദർശക്, കാണികൾ; ബാജി, മത്സരം, കോമ്പറ്റീഷൻ; പതക്, പതക്കം, മെഡൽ; നിർണായക്, വിധികർത്താവ്, ജഡ്ജ്; ഹൽ, പരിഹാരം, സൊല്യൂഷൻ; അനോഖ, വിചിത്രമായ, സ്ട്രേഞ്ച്; ഷാൻദാർ, അഭിമാനകരമായ, പ്രൗഡ്; അന്തിം രേഖ, ഫിനിഷിംഗ് ലൈൻ; മന്ത്രമുഗ്ധ ഹോന, സ്തബ്ധനാകുക; താലിയാം ബജാന, കൈയടിക്കുക, ടു ക്ലാപ്പ്; ഡൂണ്ട് നിക്കാൽന, കണ്ടെത്തുക, ടു ഫൈൻഡ്. ഇനി ഈ പാഠഭാഗത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസറും ടെസ്റ്റ് വർക്കും അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തുടർന്നിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.